Top story tonight is from India, where 6 people were crushed to death in the temple town of Tirupati. Deputy Chief Minister Pawan Kalyan on the Tirupati stampede. സെൽഫി ആണോ? ഗോവ വൈബ്സ്. ഈ ടെമ്പിൾ തിരുപ്പതിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. 45 മിനിറ്റ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ഉണ്ടാവുക. ആൻഡ് പോണ വഴിക്ക് ഇത് ഈ റെസ്റ്റോറൻറ്റ് കയറാൻ ട്രൈ ചെയ്യുക. ഇറ്റ്സ് കോൾഡ് PS4. ഇവിടെ നല്ല വെജ് ഫുഡ് കിട്ടും. ജസ്റ്റ് വെജ്. ഇഫ് യു ഗൈസ് എൻജോയ് ഇറ്റ്, യു വിൽ എൻജോയ് ഇറ്റ്. ഐ നോ ഇറ്റ് ഫോർ ഷുവർ. ആൻഡ് വി വർ ലേറ്റ്. ലൈക്ക് 5:30 തിരുപ്പതി മല ക്ലോസ് ചെയ്യും, കയറാൻ പാടില്ല. ബട്ട് സം ഹൗ വി മേഡ് ഇറ്റ്. കഥകൾ പറയും മേമ. ഈ തിരുപ്പതിന്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. തിരുപ്പതിന്റെ ഇവിടെ മഹാവിഷ്ണു തിരുപ്പതിന്റെ ഒരു അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് തിരുപ്പതിവേഗ. ലക്ഷ്മിദേവിയായിട്ട് കല്ല് പിടിച്ചിട്ടാണ് ഭൂമിയിൽ വരുന്നത് മഹാവിഷ്ണു. ഭൂമിയിൽ വരുമ്പോൾ എടുക്കുന്ന അവതാരമാണ് തിരുപ്പതിവേഗ. അപ്പോൾ ബാലാജിയ ആള് ഇവിടെ വരുമ്പോഴത്തേക്കും ദേവീനെ കാണുന്നതിന് പത്മാവതി അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്ത് നമ്മൾ ഹോട്ടലിലെത്തിട്ട് പറയുന്നതായിരിക്കും ബാക്കി കഥ. ബെഡിലേക്ക് കടന്നു. വാളു സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. എന്തിനാണ് ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും തല്ലുപിടിച്ചു എന്ന് ചോദിക്കുവാണെങ്കിൽ, ഭൃഗു എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനൊരു യജ്ഞം നടത്തണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ യജ്ഞം എന്ന് പറയുമ്പോൾ ഈ ഓഫറിംഗ് ആണ്, ദൈവങ്ങൾക്കുള്ള ഓഫറിംഗ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് വിഷ്ണു ഉണ്ടായി, ശിവഭഗവാൻ ഉണ്ടായി, പിന്നെ ബ്രഹ്മ ഉണ്ടായി. അപ്പോൾ ശിവഭഗവാനും ബ്രഹ്മേൻ്റെ അടുത്ത് ചെന്ന് ഭൃഗു മഹർഷി ഇതൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ഒരു അറ്റൻഷനും ഭൃഗു മഹർഷിക്ക് കൊടുത്തില്ല. അത് ഭൃഗു മഹർഷിക്ക് ഹേർട്ടായി. അങ്ങനെ മഹർഷി വൈകുണ്ഠയ്ക്ക് പോയി വിഷ്ണു ഭഗവാനെ കാണാൻ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ആള് വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ വിഷ്ണുവിനെ നെഞ്ചിൽ ചവിട്ടും. അപ്പോൾ വിഷ്ണുക്ക് സംഭവം മനസ്സിലാവും, ഓ ശിവനും ബ്രഹ്മയൊക്കെ ഇയാളെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഇയാളിപ്പം എന്നെ ചവിട്ടിയത്. പക്ഷെ അത് സാരമില്ല എന്ന് വിചാരിച്ചു. മഹർഷിക്ക് ആ ഇൻസ്റ്റന്റ് മനസ്സിലാവും മഹർഷിക്ക് തെറ്റുപറ്റിയെന്ന്. പക്ഷെ ഇവിടെ ആകെ ഇൻസൾട്ടഡ് ആവുന്നത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയെ ചവിട്ടിയ പോലെയാണ് ലക്ഷ്മി ദേവിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ വിഷ്ണു ഭഗവാൻ അതിന് ഒരു ആക്ഷൻ എടുത്തില്ല എന്ന് കാണുമ്പോൾ ലക്ഷ്മി ദേവി ഭൂമിയിലോട്ട് പോരും. ഭഗവാനാണെങ്കിൽ ദേവി ഇല്ലാണ്ട് പറ്റണ്ടായില്ല. അങ്ങനെ ഭഗവാനും ഭൂമിയിലോട്ട് വന്നു. ഇനി മുതൽ വിഷ്ണു എന്നല്ല ശ്രീനിവാസൻ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ശ്രീനിവാസൻ ലക്ഷ്മി ദേവിക്ക് വേണ്ടി കുറെ തപസ്സൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ശിവനും ബ്രഹ്മയും ഒരു മാസ്റ്റർ പ്ലാൻ ആയിട്ട് വന്നു. അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. ഒരു ദിവസം കാട്ടിൽ വെച്ചാണ് ശ്രീനിവാസൻ പത്മാവതിനെ കാണുന്നത്, അവിടുത്തെ രാജാവിന്റെ മകള്. ആൻഡ് ദേ ഫെൽ ഇൻ ലവ്. അപ്പോൾ ഉടനെ തന്നെ കല്യാണമൊക്കെ ആയി. കല്യാണത്തിന് ഗംഭീര കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ കുബേരൻ്റെ നിന്ന് കുറച്ച് അധികം പൈസ കടം വാങ്ങുകയാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പൈസ ഭക്തന്മാർ തന്നെ തിരിച്ചു നൽകും എന്നാണ് വിഷ്ണു ഭഗവാൻ കുബേരനോട് പറഞ്ഞത്. അങ്ങനെ ഭക്തന്മാർ വിഷ്ണു ഭഗവാന്റെ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്നാണ് ഐതിഹ്യം. എന്തിനിപ്പോൾ ഇത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐ എം നോട്ട് ഗെറ്റിംഗ് യങ്ങർ. സോ ഈ ഏജാണ് ബെസ്റ്റ് ഏജ് തിരുപ്പതി മല കയറാൻ. ഇത് കഴിഞ്ഞ് ഇവർ അടിക്കടിക്കൊരു വാണിംഗ് തന്നെ ഉണ്ട്, 60 വയസ്സിന് ശേഷം ഈ മല കയറാൻ നോക്കരുത്. സോ സിൻസ് ഐ എം നോട്ട് ഗെറ്റിംഗ് യങ്ങർ, മൈറ്റ് വെൽ ആസ് ക്ലൈംബ് റൈറ്റ് നൗ. ഞങ്ങളാണ് ഈ മല ലാസ്റ്റ് കയറുന്ന ആൾക്കാർ. കാരണം 5:30 വരെയുള്ള ഈ എൻട്രി ടൈം. അതിനുശേഷം അവർ ഒരു വണ്ടിയും കയറാൻ സമ്മതിക്കില്ല. സോ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല നല്ല തണുത്ത ബ്രീസും ഉണ്ട്, അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നല്ല. ഈ മഞ്ഞൾ നിങ്ങളെല്ലാം സ്റ്റെപ്പിലും കാണണ്ട. ഇത് മോസ്റ്റ്ലി വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കണവർ എല്ലാം സ്റ്റെപ്പിലും മഞ്ഞൾ പൂശിയിട്ടാണ്
നടക്കാറ്. 100 steps more. ഓക്കെ, ബാക്ക് ടു ദ സ്റ്റോറി. ലക്ഷ്മി ദേവി അറിയാണ് വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്. ഇത് കേട്ടതും ലക്ഷ്മി ദേവി ആകെ ദേഷ്യത്തിലായി. അത് ലക്ഷ്മി ദേവി വിഷ്ണുവിനെ കാണാനൊക്കെ പോയി. എന്ത് പണിയാണ് കാണിച്ചതെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ. ലക്ഷ്മി ദേവിൻ്റെ ഈ വിഷമങ്ങളൊക്കെ കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ ആകെ ഗിൽറ്റടിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു കല്ലായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കഥയിൽ ലക്ഷ്മി ദേവിക്ക് മാത്രം അറിയണ ഒരു സൈഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കഥയിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ലക്ഷ്മി ദേവിക്ക് അറിയണ സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് ബാക്കിയുള്ള കഥകൾ കേൾക്കാൻ നമുക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കേൾക്കാം. മാളു എനിക്ക് ബൂസ്റ്റ് വാങ്ങിച്ചു. ചിയേഴ്സ് മാളു ടു തിരുപ്പതി. സത്യം പറഞ്ഞാൽ മല കയറുന്ന കാര്യത്തിനെ പറ്റി ഞാൻ ആലോചിച്ചേ ഇല്ല. എൻ്റെ കസിൻ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ വെച്ചു ശരി അവളുടെ ഒപ്പം കയറാം എന്നാണ് വിചാരിച്ചത്. ഈ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കയറുവാണെങ്കിൽ കുറച്ചുകൂടി എന്താ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അടിയിൽ നിന്ന് എൻ്റെ മേമ്മമാരൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി മുഖമൊക്കെ കഴുകി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഫാൻസി, പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഫാൻസി അടിപൊളി സംഭവം എന്നൊക്കെ തോന്നി. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ദേവരാഗം എന്നാണ്. ഇവിടെ ബേസിക്കായിട്ട് ദോശ, എന്താണ് കോഫി, ടീ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല. ബട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ മീൽസ് ബുഫേ പോലെ ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു, അത് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഹോമിലായിരുന്നു കഴിക്കാൻ. മാളു വെയിറ്ററിന്റെ കോസ്റ്റ്യൂമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. വെൽക്കം ടു അനദർ ഡേ യു ഗൈസ്. ഇന്നാണ് ഞാൻ തിരുപ്പതി വിസിറ്റിന് പോണേ. ആൻഡ് ഐ ആം റെഡി. ഓബ്വിയസ്ലി അമ്പലത്തിൽ ക്യാമറ, ഫോൺ അതൊന്നും അലൗഡ് അല്ല. എല്ലാം നമ്മൾ കാറിൽ വെച്ചിട്ടാണ് പോയത്. ഞാൻ വിചാരിക്കുന്നത് ഈ ആക്ട്രസസ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർ പോണതും മഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കണേന്ന്. റിവീൽ ചെയ്യട്ടെ. സോ ഇതാണ് രഞ്ജിത മാമ ആൻഡ് ഹർ ന്യൂ ലുക്ക്. സ്റ്റോറി ഇന്നലെ പറഞ്ഞ മാമയാണ്, അത് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഞാൻ പഠിച്ചിട്ട് പറഞ്ഞുതരാം. അയ്യോ മാമ വേറെ സുന്ദരിനെ കണ്ടേ. അങ്ങനെ നല്ലൊരു ദർശനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അടുത്ത ദിവസമാണ് തിരുപ്പതിയിൽ 6 പേര് മരിക്കുന്ന സ്റ്റാമ്പേഡ് ഇൻസിഡന്റ് നടക്കണേ. ഇതിന്റെ ന്യൂസ് മാളൂസ് എൻ്റെ കസിൻ ഗ്രൂപ്പിലോട്ട് ഇട്ടതും ഞാൻ വിചാരിക്കായിരുന്നു എത്രമാത്രം ലക്കി ആയിരുന്നു നമ്മളെന്ന്. ലൈക്ക് നമ്മൾ ജസ്റ്റ് പോയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതങ്ങനെ ആലോചിക്കുമല്ലോ നമ്മൾ. ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം നമുക്കത് ബ്രെയിനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കും. I'm truly praying for those who lost their lives that day. And അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് it should not have happened. It should have been taken with proper control and action. But ഇനി അവർ ശ്രദ്ധിക്കും, ഇങ്ങനത്തെ ഇഷ്യൂസ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കും. ഇനി അവർ നോക്കിക്കോളും എന്ന് എനിക്ക് ഉറപ്പാണ്. And I'm ending my vlog here. So see you in the next video. Bye.